കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ കേരള കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷം. തീരുമാനം സ്വീകാര്യമല്ലെന്ന് പി.ജെ. ജോസഫ് വ്യക്തമാക്കിയതോടെ പാർട്ടി വീണ്ടും പിളർപ്പിലേക്കെന്നാണ് സൂചന. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി റോജർ സെബാസ്റ്റ്യൻ രാജിവെച്ചു. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മാണിക്കൊപ്പമുള്ള പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. മുതിർന്ന നേതാക്കൾ ഇന്ന് പി.ജെ. ജോസഫുമായി ചർച്ച നടത്തിയേക്കും. ഇന്ന് ചേരാനിരുന്ന കോട്ടയം ഡിസിസി യോഗം മാറ്റിവെച്ചു. തൊടുപുഴയിൽ നിന്ന് ജി ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ശ്യാംദേവരാജും ചേരുന്നുണ്ട്. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ മീറ്റിംഗ് ചേരുന്നുണ്ടോ? എന്താണ് ഇനി എടുക്കാൻ പോകുന്ന നടപടികൾ? മാണിയിൽ ഒരു അയവുണ്ടാകാൻ സാധ്യതയില്ല, ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന സൂചനയാണോ ലഭിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, കേരള കോൺഗ്രസ് എം പിളർപ്പിന്റെ വക്കിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എവിടെ വരെ പോയി എത്തി നിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പി.ജെ. ജോസഫ് കാത്തിരിപ്പിലാണ്. യു.ഡി.എഫ് നേതാക്കളുമായി കൂടിയാലോചന നടത്താൻ യു.ഡി.എഫ് നേതാക്കളുമായി ആലോചിച്ച ശേഷമായിരിക്കും ജോസഫ് തൻ്റെ കൃത്യമായൊരു നിലപാടെടുക്കാൻ സാധ്യത. രാവിലെ മുതൽ തന്നെ ജോസഫിന്റെ തൊടുപുഴയിലെ വീട്ടിലേക്ക് പ്രവർത്തകരും പ്രാദേശികമായിട്ടുള്ളതും ജില്ലാ നേതാക്കളും ഒക്കെയായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജോസഫുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. പക്ഷേ ജോസഫ് കാത്തിരിക്കുന്നത് യു.ഡി.എഫ് നേതാക്കളുടെ മറുപടി എന്ത് എന്നറിയാനാണ്. ജോസഫിന്റെ താല്പര്യമനുസരിച്ച് പ്രത്യേക പാർട്ടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള നേതാക്കൾ പോലും കടുത്ത അതൃപ്തി ജോസഫിന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ പല മുതിർന്ന നേതാക്കൾക്ക് പോലും കടുത്ത അതൃപ്തിയുണ്ട്. ജോസഫിനോട് നീതിയല്ല കാണിച്ചത് എന്ന വിലയിരുത്തൽ അവർ രഹസ്യമായെങ്കിലും നടത്തുന്നുണ്ട്. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലേക്ക് മാണിക്കൊപ്പം ഉണ്ടാവുന്നവരുടെ ഭാഗത്തു നിന്ന് ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ അവരെയൊക്കെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കം മാണിയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ജോസഫ് ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ, ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെയായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിൽ നിന്ന് തിരികെ എത്തിയ ശേഷം മാത്രമേ അത്തരത്തിലുള്ളൊരു നീക്കങ്ങളിലേക്ക്, പ്രത്യക്ഷമായൊരു നീക്കങ്ങളിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് മറ്റും ജോസഫ് എത്തൂ. പക്ഷേ ചൂടേറിയ ചർച്ചകൾ തന്നെ ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാണി വിഭാഗത്തിനൊപ്പമുള്ള പല നേതാക്കളും പി.ജെ. ജോസഫുമായും ആശയവിനിമയം നടത്തുന്നതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും എന്താണ് ഇനി ജോസഫിന്റെ നീക്കം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശ്രീജിത്ത്, അതുപോലെ ഇന്ന് മുതിർന്ന നേതാക്കളുമായി പി.ജെ. ജോസഫ് ചർച്ച നടത്തിയേക്കും എന്നും കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമോ? കൂടാതെ ഇന്നലത്തെ കണ്ണൂരിലെ രാജിയൊക്കെ ഉൾപ്പെട്ടുള്ള ചർച്ചകളായിരിക്കും നടത്തുന്നത്. മാണി ഗ്രൂപ്പിൽ തന്നെ ആളുകൾക്ക് ഇക്കാര്യത്തിൽ മാണിയുടെ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് എന്നറിയിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള ചർച്ചകളൊക്കെ ഏതു രീതിയിലായിരിക്കും? പി.ജെ. ജോസഫ് ഏതാണ്ട് തനിക്കൊപ്പമുള്ളവരുമായുള്ള ചർച്ച ഏതാണ്ട് ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. ഇന്നലെ രാത്രി 2 ഘട്ട ചർച്ച നടത്തുന്നു. രാത്രി 12 മണിക്ക് ശേഷവും ഈ തൊടുപുഴയിലെ വസതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. അതായത് എന്താകണം തീരുമാനമെന്നത് സംബന്ധിച്ച് തനിക്കൊപ്പം ഉള്ളവരുമായി വിശദമായ കൂടിയാലോചനകൾ, അവരുടെ അടുത്ത് നിന്ന് വിശദമായ അവരുടെ നിലപാടുകൾ അറിയാനാണ് പി.ജെ. ജോസഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിഞ്ഞ ശേഷം യു.ഡി.എഫ് നേതാക്കളുമായും ജോസഫ് ആശയവിനിമയം നടത്തും. അതിനുശേഷമായിരിക്കും ഒരു നിലപാടിലേക്ക് എത്തുക. ജോസഫിനൊപ്പം ഒരുപക്ഷെ പഴയ ജോസഫ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജു ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇപ്പോൾ ഇല്ല. പഴയ അത്ര ജോസഫ് ശക്തനാണ് എന്ന് പറയാനുമാവില്ല. മോൻസ് ജോസഫ് എന്ന ഒരു MLA മാത്രമാണ് ജോസഫിനൊപ്പം ഉള്ളത്. മറ്റു പല നേതാക്കളും ജില്ലാതലത്തിലും മറ്റും ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അങ്ങനെ എന്തായാലും മറ്റുള്ളവരുമായി കൂടി ആലോചന നടത്തി ഒരു എന്ത് വേണം, ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന സൂചന അനുസരിച്ച് മാണിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ശക്തമായി പോരാടാൻ, ആ പാർട്ടിക്കുള്ളിലെ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ തുറന്ന പോരാട്ടത്തിന് ജോസഫ് തയ്യാറായേക്കും എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ തന്നോട് നീതികേട് കാണിച്ചു മാണി, അവിടെ നിന്ന് തന്നെ മറുപടി കൊടുക്കാനുള്ള ചില നീക്കങ്ങളും ജോസഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യു.ഡി.എഫ് നേതാക്കളും ഈ ഘട്ടത്തിലുള്ള ഒരു പിളർപ്പിനെ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്താനാണ് സാധ്യത. കാരണം
UDF-നെ സംബന്ധിച്ച് ഓരോ സീറ്റും പ്രധാനമാണ്. ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താനാകാത്ത സാഹചര്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയം ജോസഫിന്റെ അതൃപ്തിയെ തുടർന്ന് പാർട്ടി പിളരുന്ന ഒരു സാഹചര്യത്തെ തുടർന്ന് നഷ്ടമാകാൻ പാടില്ല എന്ന താല്പര്യം മാത്രമായിരിക്കും ഇപ്പോൾ UDF നേതാക്കളുടെ മുന്നിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജോസഫിനോട് കുറച്ചുകൂടി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും കാത്തിരിക്കാൻ പറയാൻ തന്നെയാണ് സാധ്യത. എന്തായാലും PJ ജോസഫിനൊപ്പമുള്ളവരും അവരെ കൂടാതെ മാണി വിഭാഗത്തിലുള്ളവർക്കും ജോസഫിനോട് കാണിച്ചത് നീതികേടല്ല, തങ്ങൾക്ക് ആർക്കും ഇതിൽ പങ്കില്ല എന്ന് പോലും പല നേതാക്കളും നമ്മോട് വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഏകപക്ഷീയ തീരുമാനവുമായി മാണി മുന്നോട്ട് പോവുകയാണ്. ഇനി ജോസഫ് പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ജോസഫ് ഇന്നലെ പ്രതീക്ഷ പങ്കുവെച്ചതുപോലെ ഒരു മാറ്റത്തിലേക്ക് നിലപാട് തിരുത്താൻ മാണി തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ ജോസഫ് മാണിയുമായി സഹകരിക്കാതെ മാറി നിന്നുകൊണ്ട് തൽക്കാലം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പിളർപ്പിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉപദേശങ്ങളായിരിക്കും ഉണ്ടാകുക, നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഇതൊക്കെ അംഗീകരിക്കും. കാരണം ഇത്രയും മുതിർന്നൊരു നേതാവ് അപമാനിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജോസഫിന് അങ്ങനെ തുടരാനാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ശരിയാണ് ശ്രീത്ത, കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത്. കോട്ടയത്ത് നിന്ന് ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, ഒരു അനുനയിപ്പിക്കലിന് PJ ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ മാണിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്? ഇപ്പോൾ എന്താണ് മാണിയുടെ മീറ്റിംഗ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തി സംസാരങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? മാണി ഇപ്പോഴും ഞാനിപ്പോൾ ഉള്ളത് മാണിയുടെ പാലായിലെ വസതിക്ക് മുന്നിലാണ്. മാണി ഇപ്പോൾ ഇവിടെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെ തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുമായി തുടർന്ന നിലപാടും അതിൽ തുടരുകയാണ് മാണി ഇപ്പോഴും ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പിന്നോട്ട് പോക്ക് എന്തായാലും സാധ്യമാണെന്ന് കരുതുന്നില്ല. രാഷ്ട്രീയ വൃത്തങ്ങൾ ആരും തന്നെ കരുതുന്നുമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മാണിയെ കാണാൻ മറ്റ് നേതാക്കൾ, ജില്ലയിലെ തന്നെ പ്രമുഖ നേതാക്കൾ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ നിലപാട് കൂടി നിർണായകമാകും, വരുന്ന മണിക്കൂറുകളിൽ നിർണായകമാണ്. മാത്രമല്ല ഇന്ന് കോൺഗ്രസ് ഇന്ന് DCC യോഗം ഇന്ന് കോട്ടയത്ത് ചേരാനിരുന്നതാണ്. ഈ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. യോഗം മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇന്നലത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനെ തുടർന്നുണ്ടായ അനുരണനങ്ങളുമാണ്. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു അമർഷമുണ്ട്. ഇത്തരം ഒരു വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ എന്നൊരു ഭയം, അല്ലെങ്കിൽ അത്തരം ഒരു ആശങ്ക കോൺഗ്രസിനുണ്ട്. പക്ഷേ അത്തരം ഒരു ആശങ്ക, അത്തരം ഏതെങ്കിലും ഒരു സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് പോകാൻ കോൺഗ്രസിന് താല്പര്യവുമില്ല. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ DCC യോഗം മാറ്റിവെച്ചത്. DCCയിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകുന്നത് പോലും ഇതിന് കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നാണ് കോൺഗ്രസും ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി UDF യോഗം ചേർന്നാൽ, ജില്ലയിലെ UDF യോഗം ചേർന്നതിന് ശേഷം മാത്രം കോൺഗ്രസ് DCC യോഗം ചേർന്നാൽ മതി എന്നാണ് കോൺഗ്രസും കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേരാനിരുന്ന DCC നേതൃയോഗം മാറ്റുകയും ചെയ്തത്. ശരി ശ്യാം, കടുത്ത അതൃപ്തിയിലാണ് PJ ജോസഫ്. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജോസഫുമായുള്ള പ്രശ്നങ്ങൾ തൊടുപുഴയിൽ ചർച്ചകൾ നടക്കുന്നു. പാലയിൽ മാണിയുടെ വീട്ടിലും ചർച്ചകൾ. അല്പസമയത്തിനകം മാണി മാധ്യമങ്ങളെ കാണും എന്നാണ് ശ്യാം പറയുന്നത്. G. ശ്രീജിത്താണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.